Class 6 Introduction to PowerPoint. PowerPoint. PowerPoint എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ MS വേർഡ്, MS പെയിന്റ് ഇങ്ങനെയൊക്കെ പഠിച്ചതല്ലേ? MS വേർഡ് എല്ലാവർക്കും അറിയാലോ. വേർഡ്, MS പെയിന്റ് ഇതൊക്കെ പഠിച്ചതല്ലേ? അതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് PowerPoint. PowerPoint നമുക്ക് പ്രസന്റേഷൻസ്, ഇപ്പൊ ഒരു ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗില് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ PowerPointന്റെ സഹായത്തോടു കൂടിയാണ് പ്രസന്റേഷൻസ് ചെയ്യുന്നത്. പ്രസന്റേഷൻ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ നോട്ടുകളൊക്കെ ഞാൻ PowerPointലാണ് നിങ്ങളെ കാണിക്കുക. PowerPoint നമ്മൾക്ക് എന്താണ്? PowerPointല് ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ, വലിയ വലിയ ഓഫീസസിലെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ PowerPointന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്താണ് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നത്. PowerPoint. Okay, so it is an application software. Okay, ഫാത്തിമ ഷീഫയ്ക്ക് എന്ത് പറ്റി? പല്ലുവേദനയാണോ? പല്ലുവേദനയാണല്ലേ? ആ, സ്വീറ്റ്സ് ഒക്കെ ഒരുപാട് കഴിക്കാറുണ്ടോ? ഓക്കെ. സോ PowerPoint എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? It helps us to share information. It is an application software in our computer to help us to share information. കുറച്ച് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മള് PowerPoint നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ നിങ്ങളെ PowerPoint കാണിക്കാൻ പോവാണ്, നോക്കിക്കോണേ. ഒരു മിനിറ്റ്. യെസ്, ഇതാണ് നമ്മളുടെ PowerPointന്റെ വിൻഡോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ PowerPoint എന്ന് നമ്മൾ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ വിൻഡോ, ഇതിന്റെ സ്ക്രീൻ. സോ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ഓരോരോ സ്ലൈഡ് എന്ന് നമ്മൾ പറയും. സ്ലൈഡ്സ്. ഇതൊരു സ്ലൈഡിന്റെ വ്യൂ, വലിയ വ്യൂ ആണ് ഈ കാണുന്നത്. ദിസ് ഈസ് ദ എൻലാർജ്ഡ് വ്യൂ. കുറെ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറെ സ്ലൈഡുകൾ നമുക്ക്, സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഓക്കെ, ഒരു വൺ ഓഫ് ദ പേജ് എന്ന് നമ്മൾ പറയും. സോ ഇങ്ങനെ കുറെ സ്ലൈഡുകൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കും. എന്നിട്ട് അതിലാണ് ഇൻഫർമേഷൻ ഇങ്ങനെ എഴുതും, നമ്മൾ ടൈപ്പ് ചെയ്യും. എന്നിട്ടാണ് അത് നമ്മൾ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്താനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നോട്ടുകളൊക്കെ ചെയ്യുന്നത്, നോട്ടുകൾ അയച്ചു തരുന്നില്ലേ? നോട്ടുകളൊക്കെ അയച്ചു തരുന്നത് ഞാൻ PowerPointല് ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നോട്ടുകളൊക്കെ അയച്ചു തരുന്നത്. ആ ഒരു ചെയ്തിട്ടിരിക്കുന്ന ഒരു PowerPoint നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ക്ലാസ് 3യുടെ ഹിന്ദിയുടെ ഒരു PowerPoint ആണ്. ഓക്കെ, സോ ഞാൻ ക്ലാസ് പഠിപ്പിക്കാൻ നേരം ഈ സ്ലൈഡുകൾ ചിലപ്പോ ഇങ്ങനെ കാണിച്ചിട്ടായിരിക്കും എന്താണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ പാഠ് 3 ഏക് ദിൻ ജബ് ഘടി രുക് ഗയി പാഠത്തിന്റെ പേരാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? ഓർക്കുന്നുണ്ടോ? വ്യക്തി, വ്യക്തിയുടെ അർത്ഥം മനുഷ്യ, വർഷ, ബാരിഷ്. ഇങ്ങനെ ഞാൻ ഓരോരോ സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് ഓരോരോ പേജുകൾ ഉണ്ടാക്കി അതിങ്ങനെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കും. അപ്പൊ എന്താണ്, ഞാൻ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ്. ഓക്കെ, പാർട്ട് 3യുടെ കുറച്ച് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മള് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മള് എന്താണ് PowerPoint നമ്മൾ ഉപയോഗിക്കുന്നത്. സോ കുറെ സ്ലൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോരോ പേജിനെയും നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് സ്ലൈഡ്. സ്ലൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്.
So PowerPoint is a presentation which contains group of slides. കുറെ സ്ലൈഡുകൾ ചേരുന്നതാണ് ഒരു പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് ചാപ്റ്റർ 3 ക്ലാസ് 3 ഹിന്ദി. ഓക്കെ, സോ ഈ ഒരു പ്രസന്റേഷനെ ഞാൻ എന്താണ് ഹിന്ദി ക്ലാസ് 3യുടെ ചാപ്റ്റർ 3യുടെ പ്രസന്റേഷൻ ആണ്. ചാപ്റ്റർ 3യുടെ പ്രസന്റേഷനകത്ത് എന്താണ് കുറെ സ്ലൈഡുകൾ ഉണ്ട്. ഓക്കെ, ഈ സ്ലൈഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലാസ് 3യുടെ ഹിന്ദി ചാപ്റ്റർ 3യുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ ഈ പവർ പോയിന്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാണ്? ക്ലാസ് 3ക്ക് ഹിന്ദി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ ഇൻഫർമേഷൻ ഞാൻ അവർക്ക് പാസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, സോ പവർ പോയിന്റ് ഇറ്റ് ഈസ് എ പ്രസന്റേഷൻ കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ്സ്. കുറെ സ്ലൈഡുകൾ ചേർന്ന ഒരു പ്രസന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. പവർ പോയിന്റിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് കുറെ സ്ലൈഡുകൾ കാണാം. ആ സ്ലൈഡ് വഴിയാണ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മള് എന്താണ് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട് നമ്മുടെ പവർ പോയിന്റിൽ. പവർ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ബട്ടൺ ലെഫ്റ്റ് സൈഡ് കോർണറില് നമുക്ക് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ടൈപ്പ് ഹിയർ ടു സെർച്ച്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പവർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട് പവർ പോയിന്റ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് പവർ പോയിന്റ്, ഇതാണ് പവർ പോയിന്റിന്റെ സിമ്പൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ പവർ പോയിന്റിന്റെ ആപ്പ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് പവർ പോയിന്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പവർ പോയിന്റിന്റെ ഒരു വിൻഡോ. ദിസ് ഈസ് കോൾഡ് പവർ പോയിന്റ്. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ ദ പവർ പോയിന്റ് വിൻഡോ? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ലൈഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്നതാണ് സ്ലൈഡ്സ്. ദിസ് ഈസ് കോൾഡ് സ്ലൈഡ്. ദിസ് ഒരു പേപ്പർ മാതിരി കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മള് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ, ദിസ് ഏരിയ, ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? സ്ലൈഡ് പ്രിവ്യൂ പാൻ എന്ന് പറയും. സ്ലൈഡ് പ്രിവ്യൂ പാൻ, അതായത് നമ്മളെ സ്ലൈഡിന്റെ ഒരു പ്രിവ്യൂ, ഒരു മോഡൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇതിനെയാണ് നമ്മള് സ്ലൈഡ് പ്രിവ്യൂ പാൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഈ താഴെയുള്ളത് ദിസ് ഏരിയ ഈസ് കോൾഡ് വാട്ട്? സ്റ്റാറ്റസ് ബാർ. ദിസ് ഏരിയ, ഓക്കെ, ദിസ് ഈസ് കോൾഡ് സ്റ്റാറ്റസ് ബാർ. ഒരു പവർ പോയിന്റ് വിൻഡോയുടെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഏരിയ ഈ സ്ലൈഡ് 1 of 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനെയാണ് നമ്മള് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദിസ് പേജ് ഈസ് കോൾഡ്, ഈ ഒരു വൈറ്റ് കളർ പേജ് ഇവിടെ കാണുന്നില്ലേ? ദിസ് ഈസ് കോൾഡ് സ്ലൈഡ് പാൻ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടു സ്ലൈഡ് പ്രിവ്യൂ പാൻ. ദിസ് പേജ് ഈസ് കോൾഡ്, ഈ ഏരിയ ആണ് നമ്മള് സ്ലൈഡ് പാൻ എന്ന് നമ്മള് പറയുന്നത്. ക്ലിയർ ആയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് സ്ലൈഡിന്റെ ഒരു പ്രിവ്യൂ ആണ്, ഇപ്പുറത്തുള്ളത് സ്ലൈഡ് പാൻ. ഓക്കെ, ദെൻ താഴെ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ നോട്ട്സ് ഏരിയ. This is the notes area. Then next is, this is called view button. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് എല്ലാവരും നോക്കുക കേട്ടോ. ഞാൻ ഒരു പവർ പോയിന്റിന്റെ ഒരു പേജ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. അവിടെ മാർക്ക് ചെയ്യുന്നത് ദിസ് ഈസ് കോൾഡ് വ്യൂ ബട്ടൺ. ദെൻ ഹിയർ ദിസ് ഈസ് കോൾഡ്, this area is called zoom button. Zoom area, zoom slider അല്ലെങ്കിൽ zoom button.
സോ ഇത്രയും ചേർന്നതാണ്. പിന്നെ നമ്മൾക്ക് മുകളിലായിട്ട് ദിസ് ഏരിയ ഈസ് കോൾഡ്, ഈ ഒരു ഓറഞ്ച് കളറിൽ ഈ കാണുന്ന ഇത്രയും ഏരിയയെ നമ്മൾ എന്ത് വിളിക്കും? ദിസ് ഈസ് കോൾഡ് റിബൺ. ദിസ് ഈസ് കോൾഡ് റിബൺ. ദെൻ ഇവിടെ കുറെ ടൂൾസുകൾ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് വിളിക്കും. സോ ഇത്രയും ചേർന്നതാണ്. പിന്നെ ഇവിടെ ദിസ് ഈസ് കോൾഡ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ മുകളിലായിട്ട് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിയിരിക്കും എവിടെയാണെന്നുള്ളത്. ഓക്കെ, ടൈറ്റിൽ ബാർ. So these are the different parts of a PowerPoint window. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2-3 ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് 2-3 അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. ദിസ് ഈസ് ദ സ്ലൈഡ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ദിസ് ഈസ് സ്ലൈഡ്. നെക്സ്റ്റ് ഈ ഏരിയ ബ്ലാങ്ക് ആയിട്ടുള്ള ദിസ് ഏരിയ ഈസ് കോൾഡ് സ്ലൈഡ് പ്രിവ്യൂ പാൻ. താഴെയായിട്ട് സ്ലൈഡ് 1 of 1. എന്റെ കർസർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റസ് ബാർ. ദിസ് ഈസ് സ്റ്റാറ്റസ് ബാർ. ഇവിടെ താഴെയായിട്ട് നോട്ട്സ്. പിന്നെ അഗൈൻ റൈറ്റ് സൈഡിലായിട്ട് വ്യൂ ബട്ടൺ. ദിസ് എൻറ്റയർ വൈറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ലൈഡ് പാൻ. അതൊക്കെ എന്താണെന്നുള്ളത് ഓരോരുത്തരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരാം എന്താന്നുള്ളത്. ദെൻ സൂം, റൈറ്റ് സൈഡിൽ എൻഡിലായിട്ടുള്ളത് സൂം ബട്ടൺ. ഓക്കെ, ദെൻ മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ബ്രൗൺ കളറിൽ കാണുന്ന ഈ ഏരിയയാണ് നമ്മൾ റിബൺ എന്ന് വിളിക്കുന്നത്. ദെൻ മുകളിലായിട്ട് പ്രസന്റേഷൻ 2 പവർ പോയിന്റ് എന്ന് കാണുന്ന ഭാഗത്തിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കും. ദെൻ ലെഫ്റ്റ് സൈഡില് ഈ ടൂൾസുകൾ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, ഇങ്ങനെ കുറെ ടൂളുകൾ ഉണ്ട്. ഇതിനെ നമ്മള് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നും വിളിക്കും. സോ ഇത്രയും എലമെന്റ്സ് ചേർന്നതാണ് എന്താണ് പവർ പോയിന്റിന്റെ ഒരു വിൻഡോ. ക്ലിയർ ആയോ? അറ്റ്ലീസ്റ്റ് 3-4 നിങ്ങൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് പവർ പോയിന്റിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് എന്നുള്ളത്. ഓക്കെ, സോ ഫാത്തിമയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ലീവ് ചെയ്തോളും മോളെ. ഭയങ്കര വേദനയാന്ന് തോന്നുന്നു. എന്തു പറ്റി? ഇരിക്കാൻ പറ്റുന്നില്ലേ? അവിടെ വേദനിക്കുന്നുണ്ട് ചെറുതായിട്ട്. പല്ല് എടുത്തോ? എന്താ പറ്റിയേ? അതോ പല്ല് കേടാണോ? പല്ല് കേടാണ്. കേടാണോ? ഓക്കെ ഓക്കെ. സോ നമ്മൾ ഇന്ന് കണ്ടു എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു ഷെയർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വിച്ച് കണ്ടെയ്ൻസ് ടു മെനി സ്ലൈഡ്സ്. കുറെ സ്ലൈഡുകൾ ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, യെസ് ഇഷാൻ. ഒന്നുമില്ല, അറിയാതായിപ്പോയതാണോ? ഓക്കെ. പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷാൻ? കേക്കട്ടെ, എന്തായാലും അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞേ. എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞേ? പവർ പോയിന്റ് എന്തിനുള്ളതാണ്? പവർ പോയിന്റിന്റെ യൂസ് എന്താ? എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ പോയിന്റ്? ടെക്സ്റ്റ് നോക്കി വായിക്കണ്ട. എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ? എന്തിനുള്ളതാണ്? ടീച്ചർ ഇപ്പൊ കാണിച്ചില്ലേ? ക്ലാസ് 3 ഒക്കെ എടുത്ത് കാണിച്ചില്ലേ? എന്താണ് അതുവഴി നമ്മൾ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ് അല്ലേ നമ്മൾക്ക്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനും പിന്നെ മീറ്റിങ്ങുകളൊക്കെ ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ. ഓഫീസസിന്റെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർ പവർ പോയിന്റിൽ ഇങ്ങനെ കുറെ സ്ലൈഡുകൾ ഉണ്ടാക്കും. ഓക്കെ, സ്ലൈഡുകൾ ഉണ്ടാക്കി അത് ഷെയർ ചെയ്ത് ഇങ്ങനെ കാണിച്ചിട്ടായിരിക്കും മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ
പവർ പോയിന്റിൽ കുറെ സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കും. ഓക്കെ, സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ സിസ്റ്റത്തില് കാണുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ്. അതിനകത്ത് കുറെ സ്ലൈഡുകൾ കാണും. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ പേജുകൾ എന്നാണ് അർത്ഥം. ഓരോന്നിന് പവർ പോയിന്റ് ആകുമ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റില് വേർഡിലാകുമ്പോൾ പേജ് എന്ന് പറയും, പവർ പോയിന്റിലാകുമ്പോൾ അതിനെ സ്ലൈഡ് എന്ന് പറയും. ഈക്വൽ ടു പേജസ്. ഓക്കെ, അതാണ് വ്യത്യാസം. പവർ പോയിന്റിലാകുമ്പോൾ സ്ലൈഡ് എന്നാണ് നമ്മൾ പറയും. ഓരോരോ പേജിനെ നമ്മൾ ഓരോരോ സ്ലൈഡ്സ് എന്ന് പറയും. സോ പവർ പോയിന്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് സ്ലൈഡ്. കുറെ സ്ലൈഡുകൾ ചേർന്നിട്ടാണ് ഒറ്റ ഒരു പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കുറെ സ്ലൈഡ് ഉണ്ടാവും. അതിനകത്ത് എല്ലാം കൂടെ ചേരുമ്പോൾ, ഞാൻ പറഞ്ഞു ക്ലാസ് 3യുടെ ചാപ്റ്റർ 3യുടെ ഹിന്ദി. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചില്ലേ, ചാപ്റ്റർ 3യുടെ ഹിന്ദി ക്ലാസ് എടുക്കുക. ഇപ്പൊ നാളെ എനിക്ക് ചാപ്റ്റർ 3യുടെ ഹിന്ദി ക്ലാസ് ആണ്. ഓക്കെ, സോ അതിന്റെ പ്രസന്റേഷൻ ആണ് ഞാൻ ഇങ്ങനെ ഫയല് സേവ് ചെയ്തിരിക്കുന്നത്, ക്ലാസ് 3 ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു പ്രസന്റേഷൻ, ഓക്കെ, അത് മൊത്തത്തില് കുറെ സ്ലൈഡ് ഉണ്ടാവും. എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയും. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റില് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രസന്റേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ വരുമ്പോൾ അതിനെ നമ്മൾ പ്രസന്റേഷൻ എന്ന് പറയും. വിച്ച് കണ്ടെയ്ൻസ് സോ മെനി സ്ലൈഡ്സ്. പേജിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടേം എന്താണ്? സ്ലൈഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ കുറെ സ്ലൈഡ് ചേരുമ്പോൾ ഒരു പ്രസന്റേഷൻ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഒരു പവർ പോയിന്റിന്റെ ഡിഫറെന്റ് പാർട്സുകളാണ്. കുറെ എലമെന്റ്സ് ചേരുമ്പോഴാണ് ഒരു പേജ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആയിട്ട് മാറുന്നത്. എന്തൊക്കെ നമ്മൾ കണ്ടു? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, then ribbon, then slide, slide preview pan, slide pan, then എന്താണ്? നോട്ട്സ്, സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, then സ്റ്റാറ്റസ് ബാർ ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ എലമെന്റ്സ് ചേരുമ്പോഴാണ് ഒരു പവർ പോയിന്റിന്റെ ഒരു പ്രസന്റേഷൻ ആയിട്ട് മാറുന്നത്. അത് എന്താണെന്ന് നമ്മൾ ഓരോന്ന് നമ്മൾ നോക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ എല്ലാ ടെക്സ്റ്റ് ഉള്ളവരൊക്കെ എടുത്തേ, പേജ് നമ്പർ 50 ഒന്ന് എടുത്തേ. കുറെ പേരെ എനിക്ക് കാണുന്നില്ല. ആ പടെ 3-4 പേരെ എനിക്ക് കാണുന്നുള്ളൂ. ഓക്കെ, ആയിഷ എടുത്തോ, പേജ് എടുത്തോ, പേജ് നമ്പർ 59. യെസ് മിസ്. ഒന്ന് വായിച്ചേ. എ പവർ പോയിന്റ് പ്രസന്റേഷൻ, അത് കണ്ടോ? മുകളിലായിട്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത് എ പവർ പോയിന്റ് പ്രസന്റേഷൻ കണ്ടോ? ഒന്ന് വായിച്ചേ. Yes, a PowerPoint presentation is a group of slides containing information and media on a particular topic arranged systematically. പറഞ്ഞേ. യെസ്. എന്താ ഇവിടെ കണ്ടത്? പവർ പോയിന്റ് ഇസ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ്സ്. കുറെ സ്ലൈഡുകൾ ചേർന്നത്. വിച്ച് കണ്ടെയ്ൻസ് വാട്ട്? ഇൻഫർമേഷൻ ആൻഡ് മീഡിയ. നമ്മൾക്ക് ഇൻഫർമേഷൻ ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്ലൈഡുകളിൽ എനിക്ക് ഇമേജസ് കാണിക്കാം, വീഡിയോസ് കാണിക്കാം. അതുകൊണ്ടാണ് മീഡിയ എന്നും കൂടെ പറയുന്നത്. ടെക്സ്റ്റ് മാത്രമല്ല, വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് കാണിക്കാം നിങ്ങളെ ആ സ്ലൈഡുകൾ വഴി. ഓക്കെ, ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ പറഞ്ഞു ക്ലാസ് 3യുടെ ചാപ്റ്റർ 3 അതൊരു പെർട്ടിക്കുലർ ടോപ്പിക് ആണ് അല്ലെ? അതാണ് നാളത്തെ ക്ലാസ് എങ്കിൽ ആ ഒരു പ്രസന്റേഷൻ ഞാൻ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ കുറെ സ്ലൈഡുകൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു പ്രസന്റേഷൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ്
പവർ പോയിന്റ് പ്രസന്റേഷൻ. പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മള് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ്സ്. കുറെ സ്ലൈഡുകൾ ചേർന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയോ? മുഴുവൻ കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ളത് പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ.